നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എത്രയോ കാലമായി ഞാൻ കിടപ്പുമുറിയിൽ മെഴുകുതിരി കത്തിക്കുന്നു. ഒരു തൂവാലയ്ക്ക് പോലും തീ പിടിച്ചിട്ടില്ല. അതെങ്ങനെയാ? മനുഷ്യന്റെ മനസ്സ് നന്നാവണം. ദൈവം സഹായിച്ച് എന്റേത് പട്ടുപോലത്തെ മനസ്സാ. ഓ, സമ്മതിച്ചു. നീ നിന്റെ ആ പട്ടുപോലത്തെ മനസ്സും വെച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങനെ കയറിപ്പോ. എടി, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ആ, നോക്കിക്കോ. ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷേ ഒരു കാര്യം ഞാൻ അങ്ങ് തെളിച്ചു പറഞ്ഞേക്കാം. ദൈവം ഈ കാണിച്ചു തന്നത് ഒരു നിമിത്തം. എന്തോന്ന് നിമിത്തം? ഭാര്യയുടെ പുടവയ്ക്കാ തീ പിടിച്ചിരിക്കുന്നു. അതും നിലവിളക്കിൽ നിന്ന്. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഭർത്താവിന്റെ പട്ടട ഉടൻ കത്തുമെന്ന്. നിനക്ക് നാണമില്ലേ അക്ഷരേ? ഈ തലക്ക് വെളിവില്ലാത്തവള് വിളിച്ചു പറയുന്ന ഓരോന്ന് കേട്ടിട്ട് ഇരുന്ന് മോങ്ങാൻ. ഇതെന്തോന്ന് കരച്ചില്? ശരിക്കുള്ള കൂട്ടക്കരച്ചില് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇന്ന് പുടവ കത്തി, നാളെ താലിച്ചരട് പൊട്ടു. ഡാഡി മോളും മോളുടെ അമ്മായിയമ്മയും ഒക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചോ. ഇരുട്ടി വെളുക്കുമ്പോ അറിയാം എന്ത് സംഭവിക്കൂന്ന്. തല്ലി മേടിക്കും കേട്ടവണേ. നിനക്കും തുടങ്ങി നിന്റെ ചേട്ടച്ചന്റെ വൃത്തിയായിട്ട സ്വഭാവം. ഇത്തിരി എടുത്തോളൂ ചേച്ചിയമ്മേ, ചൂടാവാതെ. ചേച്ചിയമ്മേ, ചേച്ചിയമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത്? സിദ്ധുവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റാൻ? ഇന്ന് പകല് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. സിദ്ധുവേട്ടന് എന്തോ ഒരു ടെൻഷനും അസ്വസ്ഥതയും ഒരു എരിപെരി കൊള്ളലും ഒക്കെ. ഇനി ആ മറ്റുള്ളവരുമായിട്ടെങ്ങാനും ബ്രേക്കപ്പ് ആയോ? മറ്റേ ആ ദേവികയായിട്ട്? എങ്കി തേവര് കാത്തു. തെക്കും തേവരോട് ഞാൻ നേർച്ച നേർന്നിരുന്നു. ആ പിശാച് എന്റെ അനിയനെ വിട്ടുപോയിരുന്നെങ്കിലേ ഇനി എറണാകുളത്ത് വരുമ്പോഴേ വന്ന് ചുറ്റുവിളക്ക് തെളിയിച്ചോളാമെന്ന്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ചേച്ചിയമ്മേ. എന്ത് സ്വപ്നം? ദുസ്വപ്നോ? ആ ദേവിക ഈ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നു. അതും വീട്ടുകാരിയായിട്ട്. വീട്ടുകാരിയായിട്ടല്ല, വേലക്കാരിയായിട്ട് പോലും ഞാൻ അവളെ ഈ പഠിക്കാത്ത കയറ്റത്തില്ലല്ലോ. ബാക്കിയും കൂടെ കേക്ക്. ഇനിയുണ്ടോ? ഇത്തിരി കഴിഞ്ഞപ്പോ ചുറ്റും ഇരുട്ടായതുപോലെ. നമ്മളെ ആരെയും കാണാനില്ല. ദേവിക മാത്രം ഒരു ചുവന്ന പട്ടു കൊടുത്ത് വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാനങ്ങ് ഭയന്നു പോയി ചേച്ചിയമ്മേ. ചെമ്പട്ടുടുത്ത ഭദ്രകാളി അവളിങ്ങി വരട്ടെ. ചെമ്പട്ട് പൊതപ്പിക്കും ഞാൻ അവളെ. ഹലോ ദേവിക. എന്താ പറ്റി വക്കീലെ? സ്വരം വല്ലാതിരിക്കുന്നല്ലോ. പനിയുള്ളാണോ? ഓ, ചോദിക്കാൻ തോന്നിയല്ലോ. മഹാ അതിശയം. അയ്യോ, വക്കീലിന് പനി വരുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ എന്റെ സുധിയേട്ടന്റെ ഹൃദയത്തെ ഓർത്ത് ചോദിച്ചതാ. നിരഞ്ജൻ ഡോക്ടറെ കണ്ടിരുന്നു അല്ലേ? നോ. അപ്പൊ അതും അറിഞ്ഞായിരുന്നോ? വക്കീലിന് കാക്കയുടെ കണ്ണല്ലേ മാഡം, എന്തും കാണും. മറ്റുള്ളവരെ കാണാതെ കാണും. എന്നിട്ട് എന്തു പറഞ്ഞു നിരഞ്ജൻ ഡോക്ടർ? ഇന്നത്തെ രാത്രി നിർണായക ആണെന്നോ മറ്റോ എന്തോ പറഞ്ഞു. പക്ഷെ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നേരം വിളിക്കുമ്പോ മനസ്സിലായിക്കോളൂ. ശരി, ഞാനെന്ന് വെച്ചേക്കോ. ഞാൻ നിരഞ്ജൻ ഡോക്ടറിനെ കണ്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അതിപ്പോ നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്ത് പറയാനാ? ആ പിന്നെ പനിക്കോള് വല്ലതും ആണെങ്കിൽ വല്ല ഗുളിക എടുത്ത് കഴിക്കട്ടോ. മരുന്ന് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വേണേ കുറിച്ചു തരാം. ഓ,
മുറിവൈദ്യനാണല്ലോ. ഓക്കെ ഓക്കെ അല്ലേ. ഗുഡ് നൈറ്റ്. റസൂലെ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ പരുന്തിന്റെ കോള് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഏയ്, അവൻ വന്നോളൂ. റസൂൽ അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി വെച്ചോ. ഈ പരുന്ത് എവിടെ പോയി? എന്താ എന്താന്ന് നീ എന്താ ഇത്ര ടെൻഷൻ അടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ടെൻഷനോ? എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ആ, ടെൻഷൻ നിനക്കല്ലല്ലോ, ടെൻഷൻ മുഴുവൻ ഞങ്ങൾക്കാണല്ലോ. എന്നതാ പ്രേമേ? ഓ, ഇവൻ കൊറേ നേരമായിട്ടെ കൂട്ടിലടച്ച് വെരുകിനെ പോലെ ഇങ്ങനെ ഓടി നടക്കുക. എന്താന്നൊന്ന് ചോദിച്ചതാ. എന്തെങ്കിലും വലിയ ടെൻഷനിലാവും, അതാ. ആ, അത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്നതാ കുഞ്ഞളിയ പ്രശ്നം? പറ. എന്റെ പൊന്നളിയ, ഒരു പ്രശ്നവും ഇല്ല. ഞാനൊരു കോള് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ പറ. പതിവ് ഫോൺ കോൾ വരാത്തതിന്റെ സങ്കടമായിരിക്കും. നീ വിഷമിക്കണ്ടടാ, ദേവിക്ക് വിളിക്കും. സുധിയുടെ ആത്മാവിനെ ഉറക്കിയിട്ട് വേണ്ടേ അവക്ക് നിന്നെ വിളിക്കാൻ. എന്റെ പൊന്നു ചേച്ചി, പ്ലീസ്. ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കോള് പ്രതീക്ഷിച്ചാ നിൽക്കുന്നത്. ഏത് സുഹൃത്ത്? അത് ചേച്ചിക്കൊന്നും അറിയത്തില്ല. ആ, അത് ശരിയാ. ചേച്ചിക്ക് ഇപ്പൊ ഒന്നും അറിയത്തില്ലല്ലോ. നിനക്കിപ്പം പുതിയ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയില്ലേ? ആ, അതെ അതെ. പരുന്ത്, കഴുകൻ, ഈനാമ്പേച്ചി, മരപ്പട്ടി, ആ, പിന്നെ ഒരു മാടപ്രാവും കൂടെ ഉണ്ട്. എടുക്കളിയാ, എടുക്കളിയാ, എടുക്ക്, എടുക്കളിയാ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലെ കാട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാ. അവൻ നിന്ന് ശ്വാസം മുട്ടുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് വാ. എന്താ വിളിക്കത്ര താമസിച്ചേ? ഒന്നുമില്ല സാറേ, കാര്യങ്ങൾ ഫുള്ള് സെറ്റായത് ഇപ്പോഴാ. എന്താ പുറപ്പെടുക? അപ്പൊ ശരി, നമ്മുടെ പ്ലാനിങ്ങിൽ ഒരു സൂചിപ്പഴത്തിന്റെ പോലും വ്യത്യാസം വരരുത്. ഓൺ ദ വേ എവിടെ നമ്മൾ കാണുമെന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടേക്കാം. ശരി സാറേ. ഗണപതി ഭഗവാനെ, വിനായക, വിഘ്നേശ്വര, പോകുന്ന വഴിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതേ. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പിന്നാലെ വല്ല പോലീസ് ജീപ്പും വന്നാ തുമ്പിക്കൈ കൊണ്ടൊന്ന് തട്ടി മാറ്റിയേക്കണേ. പിന്നെ നിറയെ ആനകളുള്ള വനത്തിലൂടെയാ പോകുന്നത്. അവരോടും ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. കറക്റ്റ് സമയത്ത് എന്നെ പവർ സപ്ലൈ കട്ട് ചെയ്ത് തന്നു. 2 മിനിറ്റേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള സമയം. സാറ് വേഗം ഓടിക്കൂ. സാർ ഓടിക്കൂ, വേഗം.
സാറേ കയറിക്കോ.